ഹായ് ഫ്രണ്ട്സ്, SSC ചലഞ്ചേഴ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഏപ്രിൽ 2021 ഒലി ബോർഡ് കണ്ടക്ട് ചെയ്ത ലൈവ് മോക്ക് എക്സാമിന്റെ 25 മാത്സ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അത്ര ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻസ് ഒന്നും അല്ലായിരുന്നു ഈ ഒരു 25 ക്വസ്റ്റ്യൻസിൽ. ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻ കുറച്ച് തിങ്ക് ചെയ്ത് ചെയ്യണം എന്നുള്ളത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത്യാവശ്യം സ്കോർ ചെയ്യാൻ പറ്റുന്ന മാത്സ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. സോ എന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് കടക്കാം. 32 small similar circular disc of perimeter 88 cm of same thickness. അതായത് 32 സർക്കുലർ ഡിസ്കുകൾ സെയിം തിക്നെസ് ഉള്ളത് സ്റ്റാക്ക് ചെയ്യാണ്. ഒന്നിന് മേളിൽ ഒന്നായിട്ട് സ്റ്റാക്ക് ചെയ്ത് ഒരു സിലിണ്ടർ ഫോം ചെയ്യുന്നു. അതായത് ഇങ്ങനെ ഒരു ഡിസ്ക് ഇങ്ങനെ ഇങ്ങനെ അങ്ങനെ എന്ത് പറയാ ഒരു 32 എണ്ണം ഇതുപോലെ തന്നെ സ്റ്റാക്ക് ചെയ്തിട്ട് ഒരു സിലിണ്ടർ ഫോം ചെയ്യുകയാണ്. അങ്ങനെ ഫോം ചെയ്ത് സിലിണ്ടർ ഫോം ചെയ്യുന്നു. അതിന്റെ വോളിയം നമുക്ക് തന്നിട്ടുണ്ട്. എങ്കിൽ ആ ഓരോ ഡിസ്കിന്റെ തിക്നെസ് ആണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. സോ നമുക്ക് പെരിമീറ്റർ 28 സെന്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്. അതായത് 222/7 അതായത് 2πr എന്ന് പറയുന്നത് 88 സെന്റിമീറ്റർ ആണല്ലോ. 4 വരും, 2 വരും. r is equal to 14 സെന്റിമീറ്റർ. r is equal to 14 സെന്റിമീറ്റർ ആണ്. റേഡിയസ് നമുക്ക് ലഭിച്ചു. ഇനി പറയുന്നത് 32 സർക്കുലർ ഡിസ്ക്, അതായത് 32 സർക്കുലർ ഡിസ്കിന് ഓരോ ചെറിയ ചെറിയ എന്താണ് സിലിണ്ടർ തന്നെയാണ്. സോ പൈ ആർ സ്ക്വയർ വെച്ച് വരുമ്പം വോളിയം ഓഫ് എ സിലിണ്ടർ പൈ ആർ സ്ക്വയർ നമുക്കറിയാം 14 മൾട്ടിപ്ലൈഡ് വിത്ത് 14 മൾട്ടിപ്ലൈഡ് വിത്ത് ഹൈറ്റ്, അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഈസ് ഈക്വൽ ടു 4928/1000. ഞാൻ ആ എന്ത് ചെയ്തു, ഡെസിമലിനെ ഞാൻ 1000 എന്ന് എഴുതി. ഇവിടെ എന്താ 10⁴ വരും. സോ ഇവിടെ ഈ ഒരു 0 കട്ട് ചെയ്തു, ഇവിടെ ഒരു 0 മാത്രമേ ഉള്ളൂ. ഇവിടെ 7 വരും. ഓക്കെ, ഇനി നമുക്ക് ഏതെങ്കിലും ക്യാൻസൽ ചെയ്യാൻ പറ്റുമോ നോക്കാം. 14 7 വെച്ച് ക്യാൻസൽ ചെയ്താൽ 704 വരും. 4 വന്നു കഴിഞ്ഞാൽ 4 1s are 4 78 6 വരും. പിന്നെ നെക്സ്റ്റ് 22 8 വരും. സോ h is equal to 8/32 എന്ന് പറയുമ്പോൾ 1/4 മൾട്ടിപ്ലൈഡ് വിത്ത് 10 ഉണ്ട്. is equal to എത്ര വരും? 2.5 സെന്റിമീറ്റർ. ഓപ്ഷൻ ബി ആയിരിക്കും കറക്റ്റ് ആൻസർ. ഒരു ആർട്ടിക്കിളിന്റെ കോസ്റ്റ് പ്രൈസ് എക്സ് എന്ന് തന്നിരിക്കുന്നു. സെല്ലിംഗ് പ്രൈസ് തന്നിരിക്കുന്നത് 147 റുപ്പീസ് ആണ്. ഷോപ്പ് കീപ്പർ ലൂസ് ചെയ്തത് 2/9 ഓഫ് ഇറ്റ്സ് കോസ്റ്റ് പ്രൈസ് ആണ്. അതായത് ലോസ് എന്ന് പറയുന്നത് 2/9 ഓഫ് കോസ്റ്റ് പ്രൈസ് 2/9 ഓഫ് എക്സ് ആണ്. സോ എന്താണ് കോസ്റ്റ് പ്രൈസും സെല്ലിംഗ് പ്രൈസും ലോസും തമ്മിലുള്ള റിലേഷൻ? സോ കോസ്റ്റ് പ്രൈസ് മൈനസ് സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നതായിരിക്കും ലോസ് എന്ന് പറയുന്നത്. പ്രോഫിറ്റ് ആണെങ്കിൽ സെല്ലിംഗ് പ്രൈസ് മൈനസ് കോസ്റ്റ് പ്രൈസ്. സോ ഇവിടെ കോസ്റ്റ് പ്രൈസ് എക്സ് ആണ്. എക്സ് മൈനസ് 2/9 ഓഫ് എക്സ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 147. സോറി, സെല്ലിംഗ് പ്രൈസ് ആണ്, മറന്നുപോയി. ഓക്കെ, കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് എക്സ് മൈനസ് 147 എന്ന് പറയുന്നതാണ് 2/9 എക്സ്. സോ 7x/9 എന്ന് പറയുന്നത് 147 ആണ്. is equal to x is equal to എത്ര വരും? 21 multiplied with 9 is equal to 189 rupees. ഓപ്ഷൻ സി ആയിരിക്കും കറക്റ്റ് ആൻസർ. DI ക്വസ്റ്റ്യൻ ആണ്. തന്നിരിക്കുന്ന ഗ്രാഫ് ഡേറ്റ കെയർഫുൾ ആയിട്ട് നോക്കുക. പൈ ഡയഗ്രാം, പെർസെന്റേജ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പ്രൊഡക്ഷൻ ഓഫ് സീസം ഓയിൽ ഇൻ 5 ഫാക്ടറീസ് ആണ് തന്നിരിക്കുന്നത്. ടോട്ടൽ പ്രൊഡക്ഷൻ തന്നിട്ടുണ്ട്. നമ്മളോട് ചോദിച്ചിരിക്കുന്ന റേഷ്യോ ഓഫ് പ്രൊഡക്ഷൻ ഓഫ് സീസം ഓയിൽ ഫ്രം എ ടു സി, എയും സിയും. അപ്പൊ എ എന്ന് പറയുന്നത് 25%, സി എന്ന് പറയുന്നത് 15%. സോ ടോട്ടൽ എത്രയാണ്? 40 വരും. ഈസ് ടു ബി എന്ന് പറയുന്നത് 27%. അതുപോലെ തന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇ എന്ന് പറയുന്നത് എത്രയായിരിക്കും? ഇ എന്ന് പറയുന്നത് ഇത് 21%. സോ 48 ആയിരിക്കും. സോ ഇത് 4 വെച്ച് ചെയ്യുമ്പം 4 വെച്ച് ചെയ്യുമ്പോൾ 10:12 വരും. 5:6 വരും. സോ റേഷ്യോ എത്രയാണ്? ഓപ്ഷൻ ബി ആണ്, 5:6. A bus covers a total distance 3000 km. അതായത് 1/3, അതായത് നമുക്ക് 3000 ഫുൾ എടുക്കാം. അതിൽ 1/3 അതായത് 1000 കിലോമീറ്റർ ഡിസ്റ്റൻസ് 80 km/h സ്പീഡിലാണ് സഞ്ചരിക്കുന്നത്. നെക്സ്റ്റ് ബാക്കി എത്രയുണ്ട്? 2000 ഉണ്ട്. ആ 2000ന് 1/4 ഡിസ്റ്റൻസ്, അതായത് 500 കിലോമീറ്റർ ഡിസ്റ്റൻസ് 50 km/h സഞ്ചരിക്കുന്നത്. ബാക്കി 1500 എടുത്തു, ബാക്കി 1500 കിലോമീറ്റർ ഉണ്ട്. അത് എത്രയാണ്? 40 km/h സ്പീഡിലാണ് സഞ്ചരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മളോട് ചോദിക്കുന്ന ആവറേജ് സ്പീഡ് ആണ് ചോദിച്ചത്. സോ ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത് ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം ആണ്. ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 3000 കിലോമീറ്റർ ആണല്ലോ, ആണ്. നെക്സ്റ്റ് ടോട്ടൽ ടൈം എന്തായിരിക്കും? ഓരോ ഡിസ്റ്റൻസിനും ഓരോ സ്പീഡ്. സോ ഡിസ്റ്റൻസ് ബൈ സ്പീഡ് ആയിരിക്കും. ഡിസ്റ്റൻസ് 1000/80 പ്ലസ് ഒരു 500/50 പ്ലസ്
1500 by 40. ഇത് എളുപ്പമാക്കാൻ ഞാൻ താഴെയും മൊത്തം 3000 ആക്കുകയാണ്. അതായത് ഞാൻ 3000 പുറത്തെടുത്ത് കഴിഞ്ഞാൽ ഇവിടെ എന്ത് പറ്റും? 1/240 എന്ന് വരുമല്ലോ. നെക്സ്റ്റ് എന്ത് വരും? ഇവിടെ 6 അല്ലേ, അപ്പോൾ 1/300 എന്ന് വരും. നെക്സ്റ്റ് 2 വരുമ്പോൾ 1/80 എന്ന് വരും. അതായത് നമ്മൾ 3000 3000 ക്യാൻസൽ ചെയ്ത് സിംപ്ലിഫൈ ചെയ്യാം. ഒന്നെങ്കിൽ നിങ്ങൾക്ക് 80 50 40 LCM എടുത്ത് അതിൻ്റെ എന്താ പറയുക LCM എടുത്ത് നമുക്ക് അതിനെ മൾട്ടിപ്ലൈ ചെയ്യാം. അതല്ലെന്നുണ്ടെങ്കിൽ ഏത് രീതി നമുക്ക് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും. സോ 3000 എനിക്ക് ക്യാൻസൽ ആയിപ്പോയി. പിന്നെ ശേഷം ബാക്കിയുള്ളത് 1/240 1/300 1/80 ആണ്. പിന്നെ അതിൻ്റെ LCM എന്ന് പറയുന്നത് എത്രയായിരിക്കും? 1200 ആയിരിക്കും അല്ലേ. 1200 ആണ്. സോ മേളിൽ 5 വരും, ഇവിടെ 4 വരും, ഇവിടെ എത്ര വരും? 80 വരുമ്പം 8 1s are 15 വരും. 15 അല്ലേ, 150 വരും. 150 ആണോ വരുന്നത്? 15. ഓക്കെ, 1 എന്ന് വരും. അതായത് 1200 by എത്ര വരും? 24 വരും. സോ ഇത് 12 വെച്ച് പോയി കഴിഞ്ഞാൽ by 2 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 50 km/h എന്ന് വരും. ഓപ്ഷൻ ഏതായിരിക്കും ആൻസർ? ഓപ്ഷൻ ബി ആയിരിക്കും കറക്റ്റ് ആൻസർ. സിംപ്ലിഫൈ എങ്ങനെ വേണേലും ചെയ്യാം. ഞാൻ 3000 പെട്ടെന്ന് ക്യാൻസൽ ചെയ്ത് ഈസി വേയിൽ ചെയ്തു. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് 80 50 40 LCM എടുത്ത് അങ്ങനെ വേണം സിംപ്ലിഫൈ ചെയ്യാം. സോ ആൻസർ ഓപ്ഷൻ ബി ആണ്. What is the value of the following expression? Sin 60 plus a plus sin 60 minus a by cos a. Sin a plus b sin a minus b. മനസ്സിലാക്കുക. അപ്പോൾ sin 60 plus a എന്ന് പറയുന്നത് sin a plus b യുടെ ഇക്വേഷൻ sin a cos b plus cos a sin b. അതായത് sin 60 cos a plus cos 60 sin a. നെക്സ്റ്റ് പറയുവാണെങ്കിൽ sin 60 minus a എന്ന് പറയുന്നത് sin 60 cos b minus cos 60 sin a. ഓക്കെ, ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യാണ്. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഏതോ ഒരു ടേം ക്യാൻസൽ ആവുന്നു അല്ലേ. ഈ രണ്ട് ടേം cos 60 sin a cos 60 sin a ക്യാൻസൽ ആയി. ബാക്കി എന്ത് വരുന്നു? 2 sin 60 cos a by cos a എന്ന് വരും. cos a ക്യാൻസൽ ആയി. 2 sin 60 എന്ന് പറഞ്ഞാൽ √3/2 is equal to എത്ര വരും? √3 ആയിരിക്കും. ആൻസർ ഓപ്ഷൻ എ ആയിരിക്കും കറക്റ്റ് ആൻസർ. A can finish a work in 10 days. 10 days കൊണ്ട് ഹാഫ് വർക്ക് ബി കംപ്ലീറ്റ് ചെയ്യുന്നത് 50 days ആണ്. സോ ഫുൾ വർക്ക് 30 days. നെക്സ്റ്റ് സി 1/3 ഓഫ് വർക്ക് 10 days. സോ ഫുൾ വർക്ക് 30 days. സോ ഇവിടെ LCM എടുത്തു കഴിഞ്ഞാൽ 30. 3 വരും എയുടെ എഫിഷ്യൻസി, 1 വരും ബിയുടെ, അതുപോലെ തന്നെ സിയുടെയും 1 എഫിഷ്യൻസി വരും. സോ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ഹൗ മെനി ഡേയ്സ് വർക്ക് വിൽ ബി കംപ്ലീറ്റഡ് വെൻ ഓൾ ദ 3 വർക്ക് സ്റ്റാർട്ടഡ് വർക്കിംഗ് ടുഗദർ. സോ ടോട്ടൽ 3 ആണ് ബൈ 6 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 3 4 5 ആണ്. ടോട്ടൽ എഫിഷ്യൻസി 5 ആണ്. എത്ര വരും? 6 ഡേയ്സ് ആയിരിക്കും. ഓപ്ഷൻ ഡി ആയിരിക്കും കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ഡി. Find the correct relation between A and B. So, second പറഞ്ഞിരിക്കുന്ന 5x by 4x square plus 3x plus 9 is equal to 1/3, which implies x നമ്മൾ പുറത്തെടുത്ത് ക്രോസ് നമ്മൾ ഇത് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ 4x plus 3 plus 9/x വരും is equal to 1/3 എന്ന് എടുക്കാം. സോ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 15 is equal to 4x plus 3 plus 9/x വരും. അതായത് 4x plus 9/x is equal to 12 വരും. സോ ഇതിനെ 12 വെച്ച് ഞാൻ ഹോൾ ഡിവൈഡഡ് ബൈ 12 ചെയ്യുകയാണെങ്കിൽ x/3 plus 3/4x equal to 1 എന്ന് വരും. സോ ഇതിൽ നിന്ന് മേലത്തെ ഇക്വേഷൻ ax plus b/x equal to 1 എന്ന് പറയുമ്പോൾ a എത്ര കിട്ടും? അതിനെ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ a എന്ന് പറയുന്നത് 1/3 എന്ന് കിട്ടും. അതുപോലെ b/x b എന്ന് പറയുന്നത് 3/4 കിട്ടും. ഓക്കെ, ഇനി വാട്ട്സ് ദ കറക്റ്റ് റിലേഷൻ ബിറ്റ്വീൻ എ ആൻഡ് ബി? നമ്മൾ ഇക്വേഷൻ നോക്കുക. 2 × 3 അപ്പം 3/2 വരും. 3/2 plus 9 വരത്തില്ല. നെക്സ്റ്റ് ഇപ്പോൾ ലാസ്റ്റ് ആണെങ്കിൽ 9 × 1/3 plus 4 multiplied with 3/4 is equal to 3 plus 3 is equal to 6. സോ ഓപ്ഷൻ ഡി ആയിരിക്കും കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. വേറെ ഏതെങ്കിലും ഇക്വേഷൻ ഇട്ട് കൊടുത്തോളൂ നോക്കുക. 9 × a അപ്പോൾ 3 വരും. 3 minus 4 into 3/4 അതായത് 3 വരും. സോ 0 വരും. അപ്പോൾ ഓപ്ഷൻ 3 വരത്തില്ല. ഓപ്ഷൻ ബി നോക്കിയാൽ 9 × a 3
4 into A, അപ്പോൾ 4/3 plus 9 into B, ഇപ്പോൾ 27/4 വരും, 16 വരും, അത് വരത്തില്ല. സോ ഓപ്ഷൻ ഡി ആയിരിക്കും കറക്റ്റ് ആൻസർ. ഇനി അതല്ല, അത് ചെയ്യാൻ പറ്റുന്ന വേറൊരു സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്ത് എക്സിന്റെ വാല്യൂ കണ്ടുപിടിച്ച് അത് നമ്മൾ എക്സ് പ്ലസ് ബി ബൈ എക്സ് ഈക്വൽ ടു 1 കൊടുത്താലും എന്തായിരിക്കും നമുക്ക് ആ ഒരു കറക്റ്റ് റിലേഷൻ ബിറ്റ്വീൻ എ ആൻഡ് ബി ലഭിക്കും. സോ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. സിംപ്ലിഫിക്കേഷൻ ആണ്. സോ 25 പ്ലസ് 5 minus 20 into 4 divided by 16, 1/4 plus 12 into 3, 36. Plus മേലാണ്. Okay. 1/4 plus 36. So ഇത് 30 minus 5 plus 36 വരും. 25 plus 36 എന്ന് പറഞ്ഞാൽ എത്ര വരും? 61 വരും. ഓപ്ഷൻ സി ആയിരിക്കും കറക്റ്റ് ആൻസർ. An equal sum of rupees 10,000 is lent for 2 years at 2 different rates per annum on simple interest. The interest on later was rupees 2,000 more than former. അതായത് ഫോർമറിനെക്കാളും 2,000 റുപ്പീസ് കൂടുതൽ ഇൻട്രസ്റ്റ് ആണ് ആർക്കുള്ളത്? പിന്നീട് വന്ന ലേറ്റർ ആയിട്ട് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്ത അല്ലെങ്കിൽ ഈക്വൽ സം ലെൻഡ് ചെയ്തതിന് വന്നിരിക്കുന്നത്. Sum of the rates at which principals are lent 16% per annum. What was the total interest earned from the two sums? So sum of the rate എന്ന് പറഞ്ഞിരിക്കുന്നത് 16% ആണ്. So ക്വസ്റ്റിനിൽ പറയുന്നത് ഈക്വൽ സമ്മ റുപ്പീസ് 20,000 ലെൻഡ് ചെയ്തു. സോ നമുക്കറിയാം ഫോർമർ മൈനസ് ലേറ്റർ എന്തായിരിക്കും? 20,000. സോ ഫോർമറിന്റെ ഒരു ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് 10,000 ഇൻറ്റു 2 ഇൻറ്റു R/100 എന്ന് കൊടുക്കുക, മൈനസ് നെക്സ്റ്റ് ആണെങ്കിൽ 10,000 2 years നെക്സ്റ്റ് 16 മൈനസ് R, ടോട്ടൽ 16 ആണ് തന്നിട്ടുണ്ട്, ബൈ 100 എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു 200 ആയിരിക്കും. സോറി 2000 ആണ്, 200 അല്ല 2000. സോ ഇത് നോക്കുക, നമ്മൾ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 100 പുറത്ത് വരും. സോ ഇത് 2R മൈനസ് 2 മൾട്ടിപ്ലൈഡ് വിത്ത് 16 മൈനസ് R ഈസ് ഈക്വൽ ടു 2000 എന്ന് വരും. സോ ഇത് രണ്ട് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ 2R മൈനസ് 32 പ്ലസ് 2R ഈസ് ഈക്വൽ ടു 20 വരും. 4R ഈസ് ഈക്വൽ ടു 52, R ഈസ് ഈക്വൽ ടു 13% വരും. നമ്മളോട് ചോദിച്ചിരിക്കുന്ന റേറ്റ് പെർസെൻറ്റേജ് അല്ല. വാട്ട്സ് ദ ടോട്ടൽ ഇൻട്രസ്റ്റ് earned from the two sums. അപ്പോൾ ആദ്യത്തെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 2 വർഷം 13% അല്ലെ, 13%. അപ്പോൾ 26% പ്ലസ് രണ്ടാമത്തത് 3 6/100. ഇത്രയും എന്തിന്റെയാണ്? പ്രിൻസിപ്പൽ എമൗണ്ടിന്റെ ആണ്. 1 2 3 4 is equal to 32/100 multiplied 1 2 3 4, that is equal to 3,200 rupees. ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ഡി ആയിരിക്കും കറക്റ്റ് ആൻസർ. Working 3 hours a day, 22 men can complete a work in 20 days. Then working 5.5 hours ആണെങ്കിൽ 8 men എത്ര ഡേയ്സ് എടുക്കും? സോ സിംപ്ലി നമുക്ക് 5 11 5 2 4 11 2 2 2 10 d is equal to 30 days എന്ന് കിട്ടും. ഓപ്ഷൻ ഡി ആയിരിക്കും കറക്റ്റ് ആൻസർ. സോറി, സി ആണ് കറക്റ്റ് ആൻസർ. Each exterior angle of regular polygon 8 and number of sides 360/n എന്ന് പറയുന്നതാണ് ഓരോ എക്സ്റ്റീരിയർ ആംഗിൾ എന്ന് പറയുന്നത്. സോ n എന്ന് പറയുന്നത് എത്ര കിട്ടും? 20 സൈഡ്സ് കിട്ടും. ഓപ്ഷൻ ഡി ആയിരിക്കും കറക്റ്റ് ആൻസർ. Liquid X contains 20% chemical X which has 70% water. അതായത് ഇപ്പോൾ ഒരു 100 ലിറ്റർ ഉണ്ട് എന്ന് വിചാരിക്കുക ടോട്ടൽ. അതിൽ 20%, അതായത് 20 ലിറ്ററിൽ എന്തുമാത്രമുണ്ട്? 70% വാട്ടർ ഉണ്ട്. 70% വാട്ടർ ഉണ്ട്. അസ്യൂമിങ് there is no water in the remaining portion of liquid. അതായത് ബാക്കി 80 ലിറ്ററിൽ എന്താണ്? നോ വാട്ടർ. ഇനി ചോദിച്ചിരിക്കുന്നു എത്ര ലിറ്റേഴ്സ് ഓഫ് ലിക്വിഡ് എക്സ് വേണം ടു ഒബ്റ്റെയിൻ 1400 ലിറ്റർ ഓഫ് വാട്ടർ. സോ ഇത് നമുക്ക് ഇവിടെ 20 ലിറ്റർ ആണ്, നമുക്ക് ഇവിടെ ഒന്ന് 100 ആക്കാം. കാൽക്കുലേഷൻ ഈസിയാണ്. സോ നമ്മൾ മൊത്തം ഒരു 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 500 ലിറ്റർ ഇവിടെ വരും. ഇവിടെ ഒരു 100 ലിറ്റർ വരും. ഇവിടെ ഒരു 400 ലിറ്റർ വരും. കറക്റ്റ് ആണല്ലോ. അതായത് 500 ലിറ്റർ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ 20%, അതായത് 1/5 എന്ന് പറയുന്നത് 70%. അപ്പൊ ഇത്രയും 70% വാട്ടർ ഉണ്ട് അല്ലെ, 70% വാട്ടർ. ഓക്കെ, അതായത് 100 ലിറ്ററിൽ 70% വാട്ടർ ആണ് എന്നാണ് പറയുന്നത്. 70% വാട്ടർ ആണ്. അതായത് 70% 100 ലിറ്റർ 70% 70 വാട്ടർ ആണ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് 1400 ലിറ്റർ ആണ്. അതായത് ഇവിടെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 20 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ മൾട്ടിപ്ലൈഡ് വിത്ത് 500 ലിറ്റർ അല്ല,
100 ലിറ്റർ അല്ല, സോറി 500 ലിറ്ററിൽ 70 വാട്ടർ ആണ്. സോ ഇത് ഇൻറ്റു 20 വരും, അതായത് 10 1 2 3 4, അതായത് എത്ര വരും? 10,000 ലിറ്റർ ആയിരിക്കും. ഓപ്ഷൻ സി ആയിരിക്കും കറക്റ്റ് ആൻസർ. ട്രയാങ്കിൾ പി ക്യു ആർ, പി എസ് ആൻഡ് ക്യു എസ്. ഇപ്പൊ പി ക്യു ആർ എടുക്കുകയാണ്, പി ക്യു ആർ ആണ്. അതിൽ പി എസ് അതുപോലെ തന്നെ ക്യു എസ് എന്ന് പറയുന്നത് ആംഗിൾ ബൈസെക്ടേഴ്സ് ആണ്. കാരണം അത് ബൈസെക്ട് ആംഗിൾ പി ആൻഡ് ക്യൂ തന്നിട്ടുണ്ട്. നമ്മളോട് പറയുന്നു ആംഗിൾ പി എസ് ക്യൂ എന്ന് പറയുന്നത് 138 ഡിഗ്രി ആണ്. സോ ഫൈൻഡ് ദ ആംഗിൾ ഓഫ് ആംഗിൾ പി ആർ ക്യൂ. സോ 138 എന്ന് പറയുന്നത് 138 ഡിഗ്രി നമുക്കറിയാം ആംഗിൾ ബൈസെക്ടേഴ്സ് മീറ്റ് ചെയ്യുന്ന പോയിന്റ്. സോ ആംഗിൾ ബൈസെക്ടേഴ്സ് മീറ്റ് ചെയ്യുന്ന പോയിന്റ് ആണ് എസ് എന്ന് പറയുന്നത്. സോ ആംഗിൾ പി എസ് ആർ എന്ന് പറയുന്നത് 90 പ്ലസ് ആംഗിൾ പി, അതായത് ആംഗിൾ ആർ ബൈ 2 ആണ്. സോ പി എസ് ആർ 138 degree is equal to 90 plus angle r by 2. That means angle r is equal to ഇത് എത്ര വരും? 48 into 2 96 ഡിഗ്രി വരും. ഓപ്ഷൻ ബി ആയിരിക്കും കറക്റ്റ് ആൻസർ. എയും ബി ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നു. 4,500, അതായത് 45:64 റേഷ്യോയിലാണ്. സോ അവർക്ക് കിട്ടുന്ന പ്രോഫിറ്റ് 1 ഇയർ കഴിഞ്ഞ് 10,028 ആണ്. വാട്ട് വിൽ ബി ദ ഷെയർ ഓഫ് ബി ഔട്ട് ഓഫ് ദിസ് പ്രോഫിറ്റ്? സോ ബിയുടെ ഷെയർ എന്ന് പറഞ്ഞാൽ 64 ബൈ എത്ര വരും? 109 മൾട്ടിപ്ലൈഡ് വിത്ത് 10028 ആണ്. സോ ഇത് മൾട്ടിപ്ലൈ നോക്കുക. ഇത് 10028 ഡിവൈഡഡ് ബൈ 109, 10 വരുമ്പോൾ 1090 ആയി, അപ്പോൾ 9 ആയിരിക്കും. 189. സോ ഇത് 128, സോ ഇതെന്ന് പറഞ്ഞാൽ 2 വരും. സോ എത്ര വരും? 9 2 18. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു 64 മൾട്ടിപ്ലൈഡ് വിത്ത് 92 വരും. 92 വരും. സോ യൂണിറ്റ് ഡിജിറ്റ് നോക്കിയാൽ തന്നെ അറിയാം 8 ആണ്. ബട്ട് അപ്പോഴും എന്താണ് യൂണിറ്റ് ഡിജിറ്റ്? 00 വരത്തില്ല, കാരണം 0യുടെ കണ്ടന്റ് അവിടെ ഇല്ല. സോ ആൻസർ ബി ആണ്. ഇവൻ if നമുക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം? മൾട്ടിപ്ലൈ നോക്കാം. 9 2 8, 12 12 36 48 4 588. സോ 5888 റുപ്പീസ് ആയിരിക്കും. ഓപ്ഷൻ ബി ആയിരിക്കും കറക്റ്റ് ആൻസർ. 3 വർഷം കഴിഞ്ഞ് റേഷ്യോ ഓഫ് ദ ഏജസ് ഓഫ് എ ആൻഡ് ബി എന്ന് പറയുന്നത് 4:5 ആണ്. 3 വർഷം കഴിഞ്ഞ്. ഓക്കെ, 13 വർഷങ്ങൾക്ക് മുൻപ് അവരുടെ റേഷ്യോ 2:3 ആണ്. സോ ഇവിടെ റേഷ്യോ x/5 കടന്നോട്ടെ. സോ എന്താണ് എയുടെ ഒരു പ്രസന്റ് ഏജ് എന്ന് പറയുന്നത്? സോ ഇത് 2 3 ആണ്, 4 5 ആണ്, 2 അല്ലേ? അപ്പോൾ നമ്മൾ ഡിഫറൻസ് 2 ആണ്. അപ്പോൾ 2 എന്ന് പറയുന്നത് 3 + 3 എന്ന 16 ആണ്. സോ 1 എന്ന് പറയുന്നത് എത്രയായിരിക്കും? 8 ആയിരിക്കും. സോ ഇത് 5 × 8 40 ഇയേഴ്സ് വരും, ഇവിടെ വരും. ഇവിടെയാണെങ്കിൽ 5 × 8 32 ഇയർ വരും. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഇപ്പോഴത്തെ ഏജ് ആണ്, അതായത് പ്രസന്റ് ഏജ് ഓഫ് എ ആണ് ചോദിച്ചിരിക്കുന്നത്. സോ എ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 32 - 3, ദാറ്റ് ഈസ് ഈക്വൽ ടു 29 ഇയേഴ്സ് ആയിരിക്കും. ഓപ്ഷൻ ബി ആയിരിക്കും കറക്റ്റ് ആൻസർ. അതല്ലാന്നുണ്ടെങ്കിൽ 13 ഇയേഴ്സ്, ഇപ്പം ഈ ഒരു റേഷ്യോ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇത് എത്ര വരും? 24 വരും, ഇവിടെയാണ് 60 വരും. അപ്പോൾ 16 + 30 എന്ന് പറയുന്നത് എന്താണ്? 13 വർഷം മുന്നത്തെ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പോഴത്തെ നമുക്ക് +13 ചെയ്യാം, അപ്പോൾ 29 ഇയേഴ്സ് അങ്ങനെയും ലഭിക്കും. സോ ഓപ്ഷൻ ബി ആയിരിക്കും കറക്റ്റ് ആൻസർ. ഒരു എക്സാമ്പിൾ ബോയ്സിന്റെ ഗേൾസിന്റെയും എന്താണ് ആവറേജ് മാർക്ക് നമുക്ക് തന്നിട്ടുണ്ട്. ബോയ്സിന്റെ ആവറേജ് മാർക്ക് 94 ആണ്, ഗേൾസിന്റെ ആണെങ്കിൽ 70 ആണ്. സോ അവരുടെ രണ്ടുപേരുടെ ആവറേജ് 80 ആണ്. സോ ഇത് അലിഗേഷൻ വെച്ച് ഈസി ആയിട്ട് തന്നെ ചെയ്യാം. അപ്പോൾ ഇവിടെ എത്ര വരും? 10 വരും, ഇവിടെ ആണെങ്കിൽ 14 വരും. സോ അത് വീണ്ടും സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ 5:7 വരും അല്ലെ? 7 എന്ന് പറയുന്നത് 35 ആണ് തന്നിട്ടുണ്ട്. 5 എന്ന് പറയുന്നത് എത്രയായിരിക്കും? 25 ഇയേഴ്സ് ആയിരിക്കും. സോ ഓപ്ഷൻ ബി ആയിരിക്കും കറക്റ്റ് ആൻസർ. അലിഗേഷൻ വെച്ച് ഡയറക്ട്ലി ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ ഡയറക്ട്ലി മെത്തേഡ് നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണ്? ഇപ്പം നമ്പർ ഓഫ് ഗേൾസ് അറിയില്ല, നമ്പർ ഓഫ് ഗേൾസ് അറിയാം. അപ്പോൾ 35 മൾട്ടിപ്ലൈഡ് വിത്ത് ഗേൾസിന്റെ ആവറേജ് 70 പ്ലസ് ബോയ്സ് നമുക്കറിയില്ല, അപ്പോൾ എത്രയാണ്? x × 94 ബൈ എത്രയാണ്? ടോട്ടൽ നമ്പർ ഓഫ് ബോയ്സ് ആൻഡ് ഗേൾസ് എന്ന് പറയുന്നത് x പ്ലസ് 35 ആണ്. സോ ഇവരുടെ ആവറേജ് എന്ന് പറയുന്നത് 80 ആണ്. സോ ഇങ്ങനെ നമുക്ക് x കണ്ടുപിടിക്കാം. ബട്ട് അതിലും ഈസിയാണ് എന്ത്? അലിഗേഷൻ യൂസ് ചെയ്താൽ നമുക്ക് പെട്ടെന്ന് തന്നെ ആൻസർ ലഭിക്കും. കുറച്ച് 2-3 സെന്റൻസുകളുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, കുറച്ച് മനസ്സിലാക്കേണ്ട ക്വസ്റ്റ്യൻ ആണ്. ശാശ്വത് ഒരു ഹോണ്ട ഷോറൂമിൽ ഫെസ്റ്റിവൽ സീസൺ സെയിലായിട്ട് ബന്ധപ്പെട്ട് സ്പോർട്സ് ബൈക്ക് മേടിക്കുന്നു. ബൈക്കിന്റെ സെല്ലിംഗ് പ്രൈസ് 2,40,000 റുപ്പീസ് ആണ്. 20% ഡിസ്കൗണ്ട് ലഭിക്കുന്നു കമ്പനിയിൽ നിന്നും. 50% അതിൽ നിന്ന് പിന്നെ ലഭിക്കുന്ന 50% റിഡക്ഷൻ ആണ്. ഫെസ്റ്റിവൽ സെയിലായിട്ട് ബന്ധപ്പെട്ട് 15% റിഡക്ഷൻ ലഭിക്കുന്നു. കോസ്റ്റ് പ്രൈസിൽ 10% ടാക്സ് കൊടുക്കേണ്ടി വരുന്നു ശാശ്വതിന്, എല്ലാ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ടും. ഒരു മാസത്തിന് ശേഷം സുശാന്ത് എന്ന് പറയുന്ന തന്റെ കൂട്ടുകാരനോട് ശാശ്വത് പറയുകയാണ്, അതായത്
വിൽക്കുന്നത് 1,90,000 റുപ്പീസ് ഞാൻ വിൽക്കും. പക്ഷെ സുശാന്ത് 1,504 രൂപ കുറച്ചാണ് കൊടുത്തത് എങ്കിൽ ശാശ്വതിന്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് പെർസെൻറ്റേജ് എങ്ങനെയാണ് ചോദിച്ചിരിക്കുന്നത്. സിമ്പിളായിട്ട് പറയുകയാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് ആദ്യമേ ഒരു 20% ഡിസ്കൗണ്ട് ഉണ്ട്, നെക്സ്റ്റ് ഒരു 15% ഡിസ്കൗണ്ട് ഉണ്ട്. സോ നമുക്ക് അതിനെ സക്സസീവ് ആയിട്ടുള്ള ഡിസ്കൗണ്ട് റേറ്റ് കണ്ടുപിടിക്കാം. ഈസ് ഈക്വൽ ടു -35 -3 വരും, സോറി +3 വരും. അതായത് -32 മൈനസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഡിസ്കൗണ്ടിന്റെ പെർസെൻറ്റേജ് എന്നുള്ള രീതിയിലാണ് മൈനസ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 32% ഡിസ്കൗണ്ട് എന്ന് പറയും. അപ്പോൾ ബാക്കി എത്രയുണ്ട്? 68 ആണ് അല്ലേ? 32% ഡിസ്കൗണ്ട് ആണ്. ബാക്കി ടോട്ടൽ 100 ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ബാക്കി 68% ഓഫ് എന്തായിരിക്കും? 2,40,000 എന്ന് പറയുന്നതായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോഴത്തെ ആ ഒരു കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത്. സോ ഇത് എത്ര വരും? 68 multiplied with 24 വരും. 4 8s are 3, 24, 34, 34, 40, 43, 4 വരും. 1632 വരും. 163200 റുപ്പീസ് ആയിരിക്കും ലഭിക്കുന്നത് കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത്. പക്ഷെ ഇതുവാണോ? ഇതുമല്ല. കാരണം 10% എന്ത് കൊടുക്കുന്നുണ്ട്? 10% ടാക്സ് കൊടുക്കുന്നുണ്ട്. സോ ഇതിന്റെ 10% എന്ന് പറഞ്ഞാൽ 16320 ആണ്. അതായത് 102,316 ആണ്. സോ ഇതുകൂടെ ആഡ് ചെയ്യുമ്പോൾ എത്ര വരും? 59,179,520 റുപ്പീസ് ആയിരിക്കും കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത്. നമ്മളോട് പറയുന്നത് സെല്ലിംഗ് പ്രൈസ് ആണ്. സെല്ലിംഗ് പ്രൈസ് തന്നിട്ടുണ്ട് 1,90,000 ആണ്. സോ ഇവ നമ്മൾ ഒരു സെല്ലിംഗ് പ്രൈസ് ഇത്രയാണ്, കോസ്റ്റ് പ്രൈസ് ഇത്രയാണ്. സോ പ്രോഫിറ്റ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 1,90,000 നിന്നും 520,179 ഇത്രയും മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 10, അതുപോലെ തന്നെ 10,480 റുപ്പീ ഇത്രയും പ്രോഫിറ്റ് ആണ്. പക്ഷെ പിന്നെ പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്, സുശാന്ത് 1,504 കുറച്ചേ കൊടുക്കത്തുള്ളൂ എന്ന് പറഞ്ഞു. അതായത് 1,480 നിന്നും 1,504 കുറച്ചേ കൊടുക്കത്തുള്ളൂ. 9 വരും, 2 വരും, അതായത് 8,976 ആയിരിക്കും. ചോദിച്ചിരിക്കുന്ന പ്രോഫിറ്റ് പെർസെൻറ്റേജ് ആണ്. സോ പ്രോഫിറ്റ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് പ്രോഫിറ്റ് എത്രയാണ്? 8,976 ആണ്. ബൈ കോസ്റ്റ് പ്രൈസ് എത്രയാണ്? 1,79,520 റുപ്പീസ് ആണ്. മൾട്ടിപ്ലൈഡ് വിത്ത് 100 ആണ്. സോ ഇത് കൊടുത്തു 25 വരും, 2 വരും, 8 2 16, 976 വരും. ഈസ് ഈക്വൽ ടു 5% ആയിരിക്കും ലഭിക്കുന്ന ഓപ്ഷൻ എ ആയിരിക്കും ആൻസർ എന്ന് പറയുന്നത്. അതായത് നമ്മളോട് ബൈക്കിന്റെ സെല്ലിംഗ് പ്രൈസ് തന്നിട്ടുണ്ട്, നമുക്ക് ഡിസ്കൗണ്ട് 2 ഡിസ്കൗണ്ട് കിട്ടുന്നുണ്ട്. സക്സസീവ് ഡിസ്കൗണ്ട് റേറ്റ് എടുത്തപ്പോൾ 32% കിട്ടി. അതായത് 2,40,000ന്റെ 68% നമ്മൾ എടുക്കുന്ന കോസ്റ്റ് പ്രൈസ്. പക്ഷേ ഈ ഒരു ഡിസ്കൗണ്ടിന് ശേഷം അതിൽ 10% ടാക്സ് കൂടി ആർക്ക് കൊടുക്കണം? ശാശ്വതിന് കൊടുക്കണം. അപ്പോൾ നമ്മൾ അത് ചെയ്യുന്നു, അതുകൂടെ ആഡ് ചെയ്യുന്നതായിരിക്കും ടോട്ടൽ കോസ്റ്റ് പ്രൈസ്. സെല്ലിംഗ് പ്രൈസ് തന്നിട്ടുണ്ട്, ഡിഫറൻസ് എന്ന് പറയുന്ന പ്രോഫിറ്റ് ആണ്. പക്ഷെ 1,504 സുശാന്ത് കൊടുത്തു, അത് കുറച്ചേ കൊടുക്കത്തുള്ളൂ. അതിലും കുറച്ചാണ് കൊടുക്കുന്നത്, അതല്ല കൊടുക്കുന്നത്. 1,504 ലെസ് മണി എന്നാണ് പറയുന്നത്. സോ നമ്മൾ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ലഭിക്കുന്നു? 8,976 ലഭിക്കുന്നു. സോ അവർക്ക് നമുക്ക് പ്രോഫിറ്റ് പെർസെൻറ്റേജ് കണ്ടുപിടിക്കുന്നു. ട്രയാങ്കിൾ പി ക്യു ആർ കൺസിഡർ ചെയ്യുന്നു. പി ക്യു ആർ. സോ ഇന്റേണൽ ബൈസെക്ടർ ഓഫ് ക്യൂവും അതുപോലെ എക്സ്റ്റേണൽ ബൈസെക്ടർ ഓഫ് ആറും കൂടെ ഒരു പോയിന്റിൽ മീറ്റ് ചെയ്യുന്നു, എസ് എന്ന് പറയുന്നത്. ആംഗിൾ പി 78 ആണെങ്കിൽ ആംഗിൾ എസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 78ന്റെ ഹാഫ് ആയിരിക്കും കേട്ടോ. ആ ഒരു തീരം മനസ്സിലാക്കിയിരിക്കും. 39 ഡിഗ്രി ആയിരിക്കും. ഓപ്ഷൻ സി ആയിരിക്കും കറക്റ്റ് ആൻസർ. The length of a tangent from point A എന്ന പോയിന്റിലോട്ട് ഒരു സർക്കിളിലോട്ട് വരയ്ക്കുന്ന ടാൻജന്റ് ലെങ്ത് 5 ആണ്. അത് എത്ര സെന്റിമീറ്റർ ഡിസ്റ്റൻസ് സർക്കിളിന്റെ സെന്ററിൽ നിന്ന് 4 സെന്റിമീറ്റർ ആണ്. അങ്ങനെയെങ്കിൽ റേഡിയസ് ആണ് ചോദിച്ചിരിക്കുന്നത്. റേഡിയസ് എന്ന് പറയുന്നത് എപ്പോഴും ടാൻജന്റിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. ആ പ്രോപ്പർട്ടി ഓർക്കുക, ഇത് ടാൻജന്റ് ആണ്, പെർപെൻഡിക്കുലർ ആയിരിക്കും. സോ ഇതൊരു പൈതഗോറൻ ട്രിപ്ലറ്റ് ആണ്. സോ റേഡിയസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 3 സെന്റിമീറ്റർ ആയിരിക്കും. സിംപ്ലിഫൈ ദ ഫോളോയിങ്. അപ്പൊ നമുക്ക് മേളിലുള്ളതിനെ നമുക്ക് എങ്ങനെ എടുക്കാം? എ സ്ക്വയർ എന്ന് എടുക്കാം, പിന്നെ ലാസ്റ്റത്തിന് ബി സ്ക്വയർ എന്ന് എടുക്കാം. അപ്പൊ താഴെ നടുക്ക് വരുന്ന എന്ത് വരും? 7ഉം 4ഉം അല്ല അപ്പുറത്ത്, അപ്പം എ ബി എന്ന് വരും. ഓക്കെ, താഴെ നമുക്ക് ഒരു എ ക്യൂബ് മൈനസ് ബി ക്യൂബ് എന്ന് എടുക്കാം. സോ ഇതെങ്ങനെയാണ്? എ സ്ക്വയർ പ്ലസ് എ ബി പ്ലസ് ബി സ്ക്വയർ ബൈ എ മൈനസ് ബി ഇൻറ്റു എ സ്ക്വയർ പ്ലസ് എ ബി പ്ലസ് ബി സ്ക്വയർ വരും. is equal to 1 minus a minus b എന്ന് വരും. അതായത് 1 minus 7a minus 4b എന്ന് വരും. സോ ഏതാണ് ഓപ്ഷൻ? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. എ എന്ന് പറയുന്നത് എന്താണ്? എ എന്ന് പറയുന്നത് 7a, ബി എന്ന് പറയുന്നത് 4b. ഓക്കെ, അത് സിംപ്ലിഫൈ ചെയ്താണ് നമ്മൾ മുകളിലും ഡിനോമിനേറ്ററിലും ന്യൂമറേറ്ററിലും എടുത്തിരിക്കുന്നത്. സോ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. 2x സ്ക്വയർ 2x sin 30 1/2 മൈനസ് 4x tan 45 1 തന്നെയാണ്. cos 60 എന്താണ്?
√3/2 sin 60 sin 30 cos 60 സോറി 1/2 ആണ്. √3/2 അല്ല cos 60 1/2 ആണ് ഈസ് ഈക്വൽ ടു 0. ഇതെന്ന് പറയുന്നത് എക്സ് സ്ക്വയർ മൈനസ് 4x പ്ലസ് 4 ഈസ് ഈക്വൽ ടു 0. ഇതെന്ന് പറയുന്നത് x മൈനസ് 2 ദ ഹോൾ സ്ക്വയർ ആണ്. സോ x ഈക്വൽ ടു 2. ഓപ്ഷൻ ഏതായിരിക്കും? ഓപ്ഷൻ എ ആയിരിക്കും കറക്റ്റ് ആൻസർ. തന്നിരിക്കുന്ന എക്സ്പാൻഷനിൽ യൂണിറ്റ് ഡിജിറ്റ് കണ്ടുപിടിക്കുക. അതായത് 8⁻990 വരും. സോ നമുക്കറിയാം 8⁻1 8⁻4 എന്ന് പറയുമ്പോൾ 8⁻3 എന്ന് പറയുമ്പോൾ 24 2 വരും. 8⁻4 എന്ന് പറയുമ്പോൾ 4 എടുത്ത് നോക്കാം. അപ്പോൾ 6 ആയിരിക്കും മിക്കവാറും വരുന്നത്. അപ്പോൾ 4 2s are 8, 4 4s are 16, 16 4s are 28. സോ എത്ര വരും? ഇവിടെ 8 സ്ക്വയർ കൂടെ വരും. സോ 8⁻4 എന്ന് പറയുന്നത് 8 സ്ക്വയർ 64 64 64 6 ആണ്. അപ്പോൾ ഇവിടെ ഒരു 6 ആയിരിക്കും വരുന്നത്. കാരണം 6ന്റെ ഏത് പവർ വന്നാലും 6 തന്നെ അല്ലേ? 6 സ്ക്വയർ 36 യൂണിറ്റ് ഡിജിറ്റ് 6 ആണ്. 6 ക്യൂബ് 216 അതും 6 ആണ്. അപ്പോൾ 6ന്റെ ഏത് പവർ വന്നാൽ 6 തന്നെയാണ്. സോ 6 × 8 സ്ക്വയർ 64 ആണ്. ഇതെന്ന് പറയുന്നത് എത്ര വരും? 6 4s are 24 2 വരുമ്പോൾ 384 വരും. സോ യൂണിറ്റ് ഡിജിറ്റ് എന്താണ്? 4 ആണ്. ഓപ്ഷൻ ബി ആയിരിക്കും കറക്റ്റ് ആൻസർ. തന്നിരിക്കുന്ന ഒരു DI ക്വസ്റ്റ്യൻ ഫോളോയിങ് ടേബിൾ ഷോസ് ദ നമ്പർ ഓഫ് ഫോൺ കവേഴ്സ് മാനുഫാക്ചർഡ് ബൈ എ കമ്പനി ഫോർ 4 ഡിഫറെന്റ് കളേഴ്സ്. ഏത് ദിവസമാണ് ഫോൺ കവർ മിനിമം ആയെന്നുള്ളതാണ്. സോ ഫസ്റ്റ് ഡേ നമ്മൾ എടുക്കുകയാണെങ്കിൽ 920 1080 അതുപോലെ 450 250 വരുമ്പം 700 വരും. സോ ഇത് എത്ര വരും? 2700 വരും. അതുപോലെ തന്നെ സെക്കൻഡ് ഉണ്ടല്ലോ, സെക്കൻഡ് ഡേ എടുക്കുകയാണെങ്കിൽ 840 പ്ലസ് 920 വരും. നെക്സ്റ്റ് വരുവാണ് 750 വരും ഈസ് ഈക്വൽ ടു 25210. അപ്പോൾ ഇതിൽ ചെറുത് 2 തന്നെയാണ്. നെക്സ്റ്റ് 3 എടുത്തു കഴിഞ്ഞാൽ 3ൽ 1020 640 അതുപോലെ തന്നെ 1520 വരും ഈസ് ഈക്വൽ ടു 8 വരും 13 വരും. അതും ഇതിനേക്കാളും കൂടുതലാണ്. നെക്സ്റ്റ് 4 എടുക്കുവാണെങ്കിൽ 4 അല്ല കൊടുത്തിരിക്കുന്നത്, 4 ആണ്. 1240 1080 പിന്നെ എത്ര വരും? 822 അപ്പോൾ വരുമ്പോൾ 1020 വരുമ്പോൾ തന്നെ കൂടുതലാണ് എന്തായാലും 2510നേക്കാളും. ഇത് 8 406. അപ്പോൾ ഏതായിരിക്കും ഓപ്ഷൻ? മിനിമം ആണ് ചോദിച്ചിരിക്കുന്നത്. സോ ഓപ്ഷൻ ഡേ 2ലാണ് മിനിമം വരുന്നത് 2510. സോ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. സോ തന്നിരിക്കുന്നതിന്റെ വാല്യൂ കണ്ടുപിടിക്കും. tan 60 √3 ആണ്. സോ അതിന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 3 മൈനസ് sin 91 ആണ്. സോ 3 പ്ലസ് 1 അതിന്റെ റൂട്ട് -2 ഇസ് ഈക്വൽ ടു √4 2 - 2 0. ഓപ്ഷൻ ബി ആയിരിക്കും കറക്റ്റ് ആൻസർ. A train crosses a man and a platform in 8 seconds and 18 seconds. സോ ട്രെയിനിൻ്റെത് x എന്ന് എടുത്താൽ x/8 എന്ന് പറയുന്നത് സ്പീഡ് ഓഫ് ട്രെയിൻ ആണ്. ഓർ x/s എന്ന് പറഞ്ഞാൽ 8 സെക്കൻഡ്സ് എടുക്കുക. നെക്സ്റ്റ് പറയുന്നത് ലെങ്ത് ഓഫ് ദ പ്ലാറ്റ്ഫോം 50 meters മോർ ദാൻ ലെങ്ത് ഓഫ് ദ ട്രെയിൻ ആണ്. സോ x plus 15 എന്തായിരിക്കും അതിന്റെ ഒരു സ്പീഡ് എന്ന് പറയുന്നത്? സ്പീഡ് ഓഫ് ദ ട്രെയിൻ എന്ന് പറയുന്നത് എത്രയാണ് തന്നിട്ടുണ്ട്? 18 സെക്കൻഡ്സ് ആണ്. അതായത് 2x plus 50 by s എന്ന് പറയുമ്പോൾ എസിനെ നമുക്ക് x/8 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതായത് 8/s എന്ന് വരും ഈസ് ഈക്വൽ ടു 18 എന്ന് എടുക്കാം. സോ ഇത് നമ്മൾ ക്യാൻസൽ ചെയ്താൽ 4 വരും. ഇവിടെയാണ് 9 വരും. സോ 8x plus 200 ഈസ് ഈക്വൽ ടു 9 എസ് അല്ല, ഇവിടെ എക്സ് ആണ്. x/8 ആണ് എടുക്കുന്നത്. x/8 സോ ഇത് 9x എന്ന് വരും. സോ x ഈക്വൽ ടു 200 മീറ്റർ എന്ന് ലഭിക്കും. 200 മീറ്റർ ആണോ ആൻസർ? അത് ഓപ്ഷൻ ഇല്ല. നമ്മളോട് ചോദിച്ചിരിക്കുന്ന ലെങ്ത് ഓഫ് പ്ലാറ്റ്ഫോം ആണ്. അത് 50 മീറ്റർ മോർ ദാൻ ലെങ്ത് ഓഫ് ട്രെയിൻ ആണ്. സോ ആൻസർ എന്ന് പറയുന്നത് പ്ലാറ്റ്ഫോമിന്റെ ലെങ്ത് 250 മീറ്റർ ആണ്. ഓപ്ഷൻ എ ആയിരിക്കും കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. സോ ഇത്രയാണ് ഈ ഒരു ഒലീവ് ബോർഡിൽ കണ്ടക്ട് ചെയ്ത 25 മാത്സ് ക്വസ്റ്റ്യൻസും. എല്ലാവർക്കും ഈ സൊല്യൂഷൻസ് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.